എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നും വാഹനമുള്ള ആളുകൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ്. ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ പിഴയും അതുപോലെ തന്നെ ലൈസൻസ് റദ്ദാക്കുക, വാഹനം പിടിച്ചെടുക്കുക, വാഹനം ഓടിച്ച കുട്ടികളെ 6 മാസത്തോളം ജുവനൈൽ ഹോമിൽ അടക്കുക, ഇങ്ങനെയെല്ലാം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ലൈസൻസ് പുതുക്കുമ്പോൾ പുതിയ നടപടി വന്നിരിക്കുകയാണ്. ലൈസൻസ് പുതുക്കുന്നതിന് ചില മാനദണ്ഡങ്ങൾ കൂടി വരും എന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രായവും ആരോഗ്യവും എല്ലാം നോക്കും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇനി ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി കിട്ടണം എന്നില്ല. കണ്ണ് പരിശോധന നേരിട്ട് ആക്കും. ഇതൊക്കെ പറയുന്നു. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ്: വീട്ടിലുള്ള വാഹനങ്ങൾ നിങ്ങളുടെ 18 വയസ്സിന് മുമ്പുള്ള കുട്ടികൾ എടുത്തു പോകുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. പോലീസും MVD ഉദ്യോഗസ്ഥരും വളഞ്ഞിട്ട് പിടിക്കും. കുട്ടികളെ ജുവനൈൽ ഹോമിൽ തടവിലാക്കുകയും ചെയ്യും. കുട്ടികൾക്ക് വണ്ടി കൊടുക്കുന്ന മുതിർന്നവർക്കും പണി കിട്ടും. പിഴയടച്ച് ഊരിപ്പോകാൻ പറ്റില്ല. 6 മാസം വരെ നിങ്ങളും അകത്താകും. സംസ്ഥാനത്തുടനീളമുള്ള പരിശോധനയുടെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ ദിവസം തുടങ്ങിയ പ്രത്യേക പരിശോധനയിൽ 18 വയസ്സ് തികയാത്ത 9 പേരെ പിടികൂടിയിട്ടുണ്ട്. ഇവർക്ക് വാഹനം നൽകിയ മുതിർന്നവരെ പ്രതികളാക്കാനുള്ള നടപടിയും പോലീസ് തുടങ്ങിയിട്ടുണ്ട്. മറ്റ് ജില്ലകളിലേക്കും പരിശോധന വ്യാപിപ്പിക്കും. പ്രായപൂർത്തിയാകാത്തവർ വാഹനം ഓടിക്കുന്നത് തടയാൻ 2019 മോട്ടോർ വാഹന നിയമം പരിഷ്കരിച്ച് തടവ് ശിക്ഷ കൂടി ഉൾപ്പെടുത്തിയത്. എന്നാൽ കേരളത്തിൽ ഇതുവരെ കർശനമായി ഇത് നടപ്പിലാക്കിയിരുന്നില്ല. പ്രായപൂർത്തിയാകാത്തവർ ഓടിക്കുന്ന വാഹനങ്ങൾ അപകടം ഉണ്ടാക്കുന്നത് പതിവായതോടെയാണ് കർശനമായി ഇത് നടപ്പിലാക്കാൻ ഇപ്പോൾ സംസ്ഥാന ഗതാഗത വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. 25,000 രൂപ പിഴ, 6 മാസം തടവ്. ഇതാണ് പ്രധാനപ്പെട്ട ശിക്ഷ. കുട്ടി വാഹനം ഓടിച്ചാൽ RC ഉടമയോ വാഹനം കൈവശം വെച്ചിരിക്കുന്ന ആളോ മുഖ്യ പ്രതിയാകും. 25,000 രൂപ പിഴയും 6 മാസം തടവും വരെയാണ് ശിക്ഷ ലഭിക്കുക. RC സസ്പെൻഡ് ചെയ്യുകയും ചെയ്യും. പ്രായപൂർത്തിയാകാത്ത വ്യക്തികളെ ജുവനൈൽ കോടതിയിൽ ഹാജരാക്കുകയും കുറ്റത്തിന്റെ സ്വഭാവം അനുസരിച്ച് ജുവനൈൽ ഹോമിൽ പാർപ്പിക്കുകയും ചെയ്യും. 25 വയസ്സുവരെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പങ്കെടുക്കാനും കഴിയില്ല. അതായത് ഈ കുട്ടികൾ അപകടം ഉണ്ടാക്കിയ കുട്ടികൾക്ക് പിന്നീട് 25 വയസ്സുവരെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുകയും ഇല്ല. അത്രയും കാലം പിന്നീട് ഇവർക്ക് വാഹനം ഓടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, മോഷ്ടിച്ച ബൈക്കുകളിൽ കുറ്റവാളികൾ വിലസുന്നുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. കുറ്റവാളികളായിട്ടുള്ള കുട്ടികൾ വിലസുന്നത് കൂടുതലും മോഷ്ടിച്ച വാഹനങ്ങളിലാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ലഹരിക്കടത്ത് സംഘത്തിന്റെ വലയിൽപ്പെട്ട കുട്ടികളും മാലമോഷണ സംഘത്തിൽപ്പെട്ട കുട്ടികളും ഉൾപ്പെടെ എല്ലാവരും മോഷ്ടിച്ച വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ബൈക്ക് ഓടിക്കുന്ന 18 തികയാത്തവർ നിരത്തുകളിൽ സ്പീഡ് റേസിംഗ് നടത്തുന്നു. റേസിംഗ് നടത്തുന്നവരിൽ പലരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ അടിസ്ഥാനത്തിലാണ് കർശനമായിട്ടുള്ള പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വാഹനം ഓടിച്ച് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ കുറ്റകരമാണ്. അത്തരം കേസുകളിൽ ഇൻഷുറൻസ് തുക ലഭിക്കില്ല. ഇൻഷുറൻസ് കമ്പനി തുക നൽകില്ല. അതിനുള്ള നഷ്ടപരിഹാരം, അപകടത്തിൽപ്പെട്ട് ആരെങ്കിലും മരണപ്പെടുകയോ മറ്റ് നഷ്ടങ്ങൾ ഉണ്ടാകുകയോ ചെയ്താൽ അതിനുള്ള എല്ലാ നഷ്ടപരിഹാരവും വാഹനം ഓടിച്ച കുട്ടിയും അതുപോലെ തന്നെ കുട്ടിയുടെ രക്ഷിതാക്കളും വാഹനത്തിന്റെ ഉടമയും നൽകേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. പിന്നീട് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ പെടുകയാണ് എങ്കിൽ, കുട്ടികൾ പെടുകയാണ് എങ്കിൽ എല്ലാവരുടെയും ലൈസൻസ് റദ്ദാക്കുകയും വാഹനത്തിന്റെ RC റദ്ദാക്കുകയും ചെയ്യും. പിന്നെ കുറ്റത്തിന്റെ ഗൗരവത്തിനനുസരിച്ച് 6 മാസം വരെ തടവും ലഭിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്: ലൈസൻസ് പുതുക്കി നൽകുന്നതിൽ പ്രായപരിധി പരിഗണിക്കും എന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. ലൈസൻസ് ലഭിക്കുന്നയാൾ പൂർണ്ണ ആരോഗ്യവാൻ ആയിരിക്കണം. മെഡിക്കൽ പരിശോധന കർശനമാക്കും. കാഴ്ചാ പരിശോധനാ ഫലം നേരിട്ട് അപ്ലോഡ് ചെയ്യുന്ന സംവിധാനം നടപ്പിലാക്കും. കോട്ടയത്ത് കാർ അപകടത്തിൽ ആലിൻ മരണപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. അപ്പോൾ ലൈസൻസ് പുതുക്കാൻ പോകുന്ന ആളുകൾ പൂർണ്ണമായിട്ടും ഫിറ്റ് അല്ല എങ്കിൽ അവർക്ക്, അതായത് ആരോഗ്യം ഇല്ലാത്ത ആളാണ് എങ്കിൽ അവർക്ക് ലൈസൻസ് പുതുക്കി കിട്ടാൻ പ്രയാസകരമാകും എന്നുള്ളതാണ് ഗതാഗത മന്ത്രിയുടെ പുതിയ അറിയിപ്പിൽ നിന്നും വ്യക്തമാക്കുന്നത്. കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.